പരസ്യങ്ങളിലൊക്കെയുള്ള ചപ്പാത്തിയില്ലേ കൂടുന്ന് തീർത്ത് പ്ലഫി ആയിട്ടുള്ള അതുപോലത്തെ ചപ്പാത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈരൂടെ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 2 സ്പൂണ് തൈര് ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഗോതമ്പ് പൊടിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. തൈരും ഗോതമ്പ് പൊടിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ടാണ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ശകലം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെയും ശകലം വെള്ളം ഒഴിച്ച് വെള്ളത്തിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചില ഗോതമ്പ് പൊടിക്ക് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടാവും, ചിലതിന് അധികം വെള്ളം ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ ചപ്പാത്തി പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും കുഴയ്ക്കുന്ന ഇതിൻ്റെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് പെർഫെക്റ്റായിട്ടുള്ളൊരു ചപ്പാത്തി കിട്ടുന്നത്. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കാറുണ്ട്, അതുപോലെ ഓയിലൊക്കെ ഒഴിച്ചാണ് നമ്മൾ കുഴയ്ക്കുന്നത്. ഇവിടെ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല, തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോതമ്പ് പൊടി കുഴയ്ക്കുമ്പോൾ നമ്മൾ നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് വേണം വെള്ളം തളിച്ച് കൊടുത്ത് അങ്ങനെ വേണം കുഴച്ച് എടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ കുഴയ്ക്കുമ്പോൾ എടുക്കുന്ന പാത്രമാണേലും കുഴി പോലിരിക്കുന്ന ഒരു പാത്രമായിരിക്കണം എടുക്കേണ്ടത്. പരന്നിരിക്കുന്ന പാത്രത്തിനെക്കാട്ടിലും ബെസ്റ്റ് നമുക്ക് കുഴി പോലിരിക്കുന്ന പാത്രത്തിലാണ് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റുന്നത്, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നത്. അതുപോലെ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ നമ്മുടെ കൈയുടെ വിരളയോ അല്ലെങ്കിൽ കൈയുടെ വിരലിൻ്റെ മുട്ടോ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. പിന്നെ ഒരുപാട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാണ്ട് കുഴയ്ക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ ഗോതമ്പ് പൊടി ഡിവൈഡ് ചെയ്തിട്ട് 2 പ്രാവശ്യമായിട്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് ഇത് അടച്ച് വെക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാനായിട്ടാണ് വെക്കുന്നത്. നമ്മൾ ഇതുപോലെ കുഴച്ച് എടുക്കുന്ന മാവാണേലും ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഗോതമ്പ് പൊടി നമ്മൾ 10 മിനിറ്റ് മാറ്റി വെക്കുമ്പോൾ നമ്മൾ അത് അടച്ച് വെച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ പുറമേ ഉള്ള ഭാഗം പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ നമുക്ക് പിന്നെ പരത്താനായിട്ടൊക്കെ ഭയങ്കര പാടായിരിക്കും, ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ, അപ്പോൾ നമുക്ക് പരത്താനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിരിക്കണം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഗോതമ്പ് മാവ് എടുത്തിട്ട് നമുക്ക് പരത്താൻ ആവശ്യമുള്ള വലുപ്പത്തിൽ ഓരോ ഉരുളകളാക്കി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അത് അടച്ചു വെക്കുന്നു. എന്നിട്ട് ഓരോ പീസും എടുത്തിട്ട് പരത്തുന്നുണ്ട്. പരത്തുമ്പോൾ ഓരോ ഉരുളകൾ എടുത്തിട്ട് ഞാനിവിടെ കാണിക്കുന്ന പോലെ എടുത്തിട്ട് ഓരോ ഉരുളയുടെയും നടുക്ക് നമ്മൾ ആ തള്ളവറിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഒരു കുഴി പോലെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ സൈഡിൽ നിന്ന് ഉള്ള മാവ് അകത്തോട്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു റൗണ്ട് ആകുമ്പോഴത്തേന് നമ്മുടെ ആ ഗോതമ്പ് മാവിൻ്റെ ആ ഉരുള നല്ല പെർഫെക്റ്റ് റൗണ്ടിലോട്ട് വരും. അപ്പോൾ നമ്മൾ പിന്നീട് ചപ്പാത്തി വരുത്തുമ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തി വരുമ്പോൾ അത് നല്ല റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. പിന്നെ പരത്തുമ്പോഴും നമ്മൾ റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാനും നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടാനും വളരെ നല്ലതാണ്.
അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഉരുളയും തള്ളവിരൽ കൊണ്ട് റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കി എടുത്തിട്ട് ചപ്പാത്തി പലകയെ വെച്ചിട്ട് ചപ്പാത്തി കോലുകൊണ്ട് നമ്മൾ പരത്തിയെടുക്കുന്നുണ്ട്. ആ പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചപ്പാത്തി കോലുകൊണ്ട് ഒന്ന് പരത്തി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആ ചപ്പാത്തി മാവൊന്ന് റൗണ്ടിലോട്ടൊന്ന് തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പം അത് നീളത്തിൽ ആയിപ്പോവും, പരത്തിയെടുക്കുന്ന റൗണ്ട് ഷേപ്പിൽ കിട്ടത്തില്ല. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ചപ്പാത്തി പരത്തുമ്പോൾ റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നില്ല, ഇന്ത്യയുടെ പൂവടം പോലെ കിട്ടും, അങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇത് പരത്തുമ്പോൾ റൗണ്ട് ഷേപ്പിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഒപ്പം തന്നെ പരത്തുന്നതിനൊപ്പം തന്നെ ആ ചപ്പാത്തിയുടെ മാവും നമ്മൾ റൗണ്ട് ഷേപ്പിലോട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ചപ്പാത്തി പരത്തുന്ന സമയത്ത് ആവശ്യത്തിന് വേണ്ടി പൊടി ഇടയ്ക്കൊന്ന് തൂവി കൊടുക്കണം, അല്ലെങ്കിൽ ചപ്പാത്തി മാവ് നമ്മുടെ പലകയിൽ ഒട്ടിപ്പിടിക്കും. അത് ഒഴിവാക്കാനായിട്ട് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുക്കണം. ഒത്തിരി കൂടി പോകാതിരിക്കാനും ശ്രദ്ധിക്കുകയും വേണം. ഞാൻ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് പരത്തുന്ന സമയത്ത് തന്നെ അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ അത് പെട്ടെന്ന് അത് ഹാർഡായിട്ട് പോകും. അതുകൊണ്ട് പിന്നെ ചുട്ടെടുക്കുമ്പോഴും നമുക്ക് അത് നന്നായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ആ പരത്തുന്ന അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ 3 എണ്ണം പരത്തി വെച്ചിട്ടാണ് ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ അയണ്ട തവയാണ് വെച്ചിരിക്കുന്നത്. അത് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തു, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആ ഓയിലും ചൂടായി വന്നപ്പം എക്സസ് ആയിട്ടുള്ള ഓയിൽ ഒരു പാത്രത്തിലോട്ട് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് തൂത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ആ തവയിൽ ഒരു ഓയിലിൻ്റെ ഒരു മയം മാത്രം മതി, എക്സായിട്ട് ഓയിൽ അവിടെ കാണരുത്. അങ്ങനെ കണ്ടാൽ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ പൊള്ളി ഫ്ലഫി ആയിട്ട് വരത്തില്ല, ഓയിൽ ഒത്തിരി എക്സസ് ആയിട്ട് ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തൂത്ത് മാറ്റുന്നത്. അങ്ങനെ ചൂടായി കിടക്കുന്ന തവയിലോട്ട് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ആണേൽ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. തീ ഒട്ടും കുറയ്ക്കാനും പാടില്ല, ഒത്തിരി കൂട്ടി വെക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീയ്. ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ആ ചപ്പാത്തി ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് അടിയിൽ നിന്ന് ബബിള് വരുന്ന നമുക്ക് മനസ്സിലാകും. ബബിള് വരാൻ തുടങ്ങുമ്പോൾ പിന്നെ ചപ്പാത്തി ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നു. അതുപോലെ ചപ്പാത്തി ചുടുമ്പോൾ നമ്മൾ ഒത്തിരി പ്രാവശ്യം ചപ്പാത്തി ടേൺ ചെയ്തിട്ട് കൊടുക്കരുത്. അങ്ങനെ ആയാലും നമ്മുടെ ചപ്പാത്തി പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോവും. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം വന്നാൽ ഒരു 3 പ്രാവശ്യം വരെ നമ്മുടെ ചപ്പാത്തി ടേൺ ചെയ്തിട്ട് കൊടുക്കാവൂ. അത് കഴിഞ്ഞ് നമുക്ക് അപ്പോഴത്തേനും നമ്മുടെ ചപ്പാത്തി വെന്തിട്ടുണ്ടാവും, വാങ്ങാവുന്നതാണ്. ഫ്ലെയിം കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും നമ്മുടെ ചപ്പാത്തി ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചപ്പാത്തി ചുടുമ്പോൾ വേണ്ടിയത്. ഫ്ലഫി ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ചൂട് എയറായിരിക്കും, നമ്മുടെ കയ്യിൽ അടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ഒന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എയർ വെളിയിലോട്ട് വരും. അത് നമ്മുടെ കൈയോട്ട് അടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ പൊള്ളിപ്പോവും. പിന്നെ നമ്മൾ അങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നില്ല എങ്കിൽ നമ്മുടെ തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് നന്നായിട്ട് പൊള്ളി വരും. ചപ്പാത്തി ചുട്ടെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലിട്ട് ഫുള്ളായിട്ട് അടച്ചു വെക്കരുത്. ആവി പുറത്തോട്ട് പോകാനായിട്ട് കുറച്ച് തുറന്ന് വെക്കണം. അല്ലെങ്കിൽ ചപ്പാത്തിയിലോട്ട് നമ്മുടെ ആവി വെള്ളം അടിച്ചിട്ട് കുഴഞ്ഞു വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ച് തുറന്ന് വെക്കണം. അത് കഴിഞ്ഞ് ചുട്ടെല്ലാം കഴിഞ്ഞ് ആവി ഒന്ന് കുറച്ച് കുറയുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അടച്ചു വെക്കാം. എന്നാൽ നല്ല സോഫ്റ്റായിട്ട് കുറേ നേരം ഇരിക്കും. അപ്പോഴേ ചപ്പാത്തി പരത്തുന്ന മെഷീനോ അതിന് ചപ്പാത്തി മേക്കറോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ചപ്പാത്തി പരത്തി നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് എന്നെ വിളിച്ച് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ.